അങ്ങനെ വാർ സിനിമേന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഈ സ്പൈ യൂണിവേഴ്സിറ്റിത്തെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആണ്, വാറിന്റെ സീക്വലാണ്. അപ്പോൾ ഈ ഒരു മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറെ നെഗറ്റീവ് റെസ്പോൺസ്, നെഗറ്റീവ് റിവ്യൂസ് വന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ ഈ ഓവർ ദി ടോപ്പ് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ, അത് മുഴുവനും അതാണ്. അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇവർ ഈ ഓവർ ദി ടോപ്പ് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അയ്യോ ഫസ്റ്റ് ഹാഫ് ജൂനിയർ എൻടിആറിന്റെ ഒരു ഇൻട്രോ ഉണ്ട്, പൊന്നോ, അത് ജൂനിയർ എന്തെന്നാണെന്ന് അറിയാം ഇൻട്രോ ഒക്കെ. പക്ഷെ അത് ആ ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ കണ്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ പാസ്റ്റ് പറിച്ചിലും എന്തൊക്കെയോ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് ആയിട്ട് പോകുന്നത്. എന്നിട്ട് എനിക്ക് ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ജൂനിയർ എൻടിആർ ജൂനിയർ എൻടിആർ ഋത്തിക് റോഷനെ പ്രേമിക്കണ പോലെ എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ അതിൽ ജൂനിയർ എൻടിആറിന്റെ പോരാത്തിന് ഇടക്കുള്ളൊരു നോട്ടുണ്ട് ഋത്തിക് റോഷനെ, ഇങ്ങനെ ഒരു പ്രേമം വെച്ചിട്ടൊരു നോട്ടമുണ്ട്. അപ്പൊ അതും കൂടി ആകുമ്പോൾ പിന്നെ അങ്ങനെ തോന്നണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓവർ ദി ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിൽ മറ്റേ ജൂനിയർ എൻടിആറും മറ്റേ ഋത്തിക് റോഷനും കൂടെ ബോട്ടിൽ ഋത്തിക് റോഷനെ പിടിക്കാൻ ജൂനിയർ എൻടിആർ പോകുന്നുണ്ട്. അതില് ഈ ജൂനിയർ എൻടിആർ ബോട്ട് എടുത്തിട്ട് ചാടിയിട്ട് F1 ട്രാക്ക് ഉണ്ടല്ലോ, F1 ഫോർമുല 1 മത്സരം നടന്നുകൊണ്ടിരിക്കുക, അങ്ങോട്ട് ബോട്ടിൽ ചാടിയിട്ട് F1 ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പിന്നെ എവിടെ പോയിട്ട് പിന്നെയും കടലിലേക്ക് തന്നെ വരും. അങ്ങനത്തെ ഒക്കെ ഓരോ സീനുകൾ. അപ്പൊ ഇത് ഞാൻ അങ്ങനെ ആലോചിച്ചത് എങ്ങോട്ടാണ് ഈ പടം പോകുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോഴേ. പിന്നെ ഫസ്റ്റ് ഹാഫ് രസം ഉണ്ടായിരുന്നു ഉള്ള പോലെ അല്ല. ഫസ്റ്റ് ഹാഫ് ഇത് ഈ പറഞ്ഞ പോലെ ഉടനീളം ബോറ് സാധനമൊന്നല്ല ഫസ്റ്റ്. പക്ഷെ എന്താ പ്രശ്നം, ഞാൻ ഈ ഊമ്പിയ പടമാണെന്ന് പറയാനുള്ള കാരണം ഇത് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ പോയ ഒരു രീതി ഉണ്ടല്ലോ, അതും കൂടി എനിക്ക് വെറുത്ത്. അത്രയും മോശം സെക്കൻഡ് ഹാഫിൽ അതാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ഫസ്റ്റ് ഹാഫ് നല്ലതാണ് സെക്കൻഡ് ഹാഫ് പോക്കാന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ അവർ കൊണ്ടുപോയിട്ടുള്ള രീതി ഫസ്റ്റ് ഹാഫിനും വെറുപ്പിച്ച് അതുവരെ എന്നാൽ ഒരു ഫ്ലോ മൊത്തത്തിൽ കളഞ്ഞു. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ചെറുപ്പമൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു ക്ലീശ സ്ക്രിപ്റ്റ് ആണ് ഒന്നാമത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു ജൂനിയർ മറ്റേ ട്രെയിനിന്റെ അവിടെ നിന്നുള്ള ഒരു സീനുണ്ട്. അതിൽ ജൂനിയർ എൻടിആർ ഒരു പെൺകുട്ടിനെ രക്ഷിക്കുന്ന ഒരു സീനുണ്ട്, കിഡിലും സീനുണ്ട്. അത് കൈയടിക്കാൻ പറ്റിയ സാധനം. അതേപോലെ തന്നെ ഋത്തിക് റോഷന്റെ ഇൻട്രോ കിട്ടുമായിരുന്നു. പക്ഷെ ഇൻട്രോ കിട്ടിയാൽ ഫൈറ്റ് കുറച്ച് കുറയുന്നു, പക്ഷെ ആ സാധനം കിട്ടുമായിരുന്നു, ആ ഇൻട്രോ കിട്ടുമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ ഒരു സാമുറായി ഫൈറ്റ് പോലത്തെ ഒരു സാധനമാണ് ഋത്തിക് റോഷന്റെ ഇൻട്രോയില്, മനസ്സിലായില്ല. പക്ഷെ ഇതിന്റെ മുന്നത്തെ വാറ് സിനിമനെ പോലെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻട്രോ. അതിൽ ഹെലികോപ്റ്ററിന് വാറ് 1 ഇറങ്ങി വരണൊക്കെ ഒരു സീനുണ്ടല്ലോ, കൈയൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതില് അതേപോലെ പക്ഷെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫീല് കിട്ടണില്ല. ആ വാറില് നമുക്ക് കബീർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഫീലൊന്നും വാർ 2 നമുക്ക് കിട്ടണില്ല. അതേപോലെ തന്നെ ജൂനിയർ എൻടിആർ എന്താ പറയാ ഈ ജൂനിയർ എൻടിആർ ഇങ്ങനെ ഈ എക്സ്പ്രഷൻസ് ഓവർ ആയിട്ടാണ് ഇതിൽ ചെയ്യുന്നത് ജൂനിയർ എൻടിആർ. പക്ഷെ ഋത്തിക് റോഷന്റെ ആക്ടിങ് ആസ് യൂഷ്വൽ കിഡുമാണ്, നല്ല സ്റ്റൈലുമാണ്. പക്ഷെ ഈ ചെയ്യണ സാധനങ്ങളൊക്കെ ഇതായിപ്പോയി. പിന്നെ KR അദ്വാനി ഉണ്ട്, 37 ഋത്തിക് റോഷനെ കൂടെ ഫൈറ്റ് ചെയ്ത് രണ്ടാളും ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നനങ്ങൂല രണ്ടാളും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പക്ഷെ ഈ ഫസ്റ്റ് ഹാഫ് പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ സാധനങ്ങൾ ഈ ഓവർ ദി ടോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടൊക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അങ്ങനെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് പോകുന്നെങ്കിൽ ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എനിക്ക് പറയുന്നത്. കാരണം എല്ലാവരും നെഗറ്റീവ് പറയുന്നത് വിചാരിച്ചിട്ട് ഞാനും നെഗറ്റീവ് പറയണതല്ല. അപ്പോൾ എല്ലാവരും ഫുള്ള് നെഗറ്റീവാണ് സിനിമ കൊടുത്തത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പോരായ്മ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകെ ചളാക്കി. പിന്നെ സെക്കൻഡ് ഹാഫ് ബോറടിയാണ്, ആക്ഷൻ സീക്വൻസ് വിട്ട് ബോറടിയാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സത്തെ ഫൈറ്റ്, ഇതായത് ഗേ ഫൈറ്റ്, അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ VFX, ഞാൻ ഗ്രീൻ സ്ക്രീൻ ആണേ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ ഇവിടെ ഉണ്ടേ, നിങ്ങൾ ഗ്രീൻ ആണേ ഞങ്ങൾ പച്ചയാണ്, അങ്ങനല്ലല്ലോ. ഇപ്പം ഇതിന്റെ മുന്നേ ഋത്തിക് റോഷനെ തന്നെ ഈ സിനിമന്റെ പകുതി പഠിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. മറ്റേ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, ദീപിക പടുക്കണൊക്കെ ഉള്ള, കിടിലം VFX ആയിരുന്നു. ഇവരിത്രയും പൈസ വെച്ചിട്ട് VFXന്റെ കാര്യത്തിൽ വന്നാൽ എല്ലാവർക്കും ഒരു മടിയാണ്, അങ്ങനെ ചെയ്യൂല മര്യാദക്ക്. അതെന്താ സംഭവം എന്നല്ല അറിയില്ല. അപ്പൊ അങ്ങനെ പോണ ഒരു പടം എനിക്ക് പേഴ്സണലി നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് തോന്നിയും. പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനും കൂടെ ഊമ്പിച്ച് കണ്ട രീതിയിൽ സെക്കൻഡ് ഹാഫ് കൊണ്ട് വന്നപ്പോൾ മൊത്തത്തിൽ സിനിമ ഈ പറഞ്ഞ പോലെ ഊമ്പിയ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പറയില്ല ഫസ്റ്റ് ഹാഫ് ഈ നല്ലതാണ് ഞാൻ പിന്നും പറഞ്ഞിട്ട് ഈ ഊമ്പിയ പടം എന്ന് പറയാനുള്ളതിന്റെ കാരണം അതാണ്. സെക്കൻഡ് ഹാഫ് ഈ ഫസ്റ്റ് ഹാഫിന്റെ നല്ലൊരു ഫീലിംഗ് കൂടെ കളഞ്ഞ് സെക്കൻഡ് ഹാഫ്, കാരണം അത്രയും വെറുപ്പിച്ച്, മനസ്സിലായില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വാർ 2 പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സെക്കൻഡ് ടോക്സ് സൈനിങ് ഔട്ട്.